ഞാൻ സാധാരണ മലയാള സിനിമയിലുള്ള ആളുകളെ അല്ലേ കഴിഞ്ഞ ദിവസം സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയക്കാരെയൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും അപ്പുറത്തേക്ക് സിനിമയിൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഞാൻ നിൽക്കുന്നത്. ആ സെലിബ്രിറ്റിയെ ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെലിബ്രിറ്റിയുടെ കൂടെ ഒന്ന് ഇരിക്കണം, അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് ഈ രാവിലെ എനിക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഞാൻ അദ്ദേഹത്തിനെ പല പ്രാവശ്യം വിളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം എനിക്ക് കിട്ടില്ല. ഞാൻ ഇത്ര നേരം അദ്ദേഹം അദ്ദേഹം എന്ന് പറയാനുള്ള കാരണം ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾ കാണുക. നമസ്കാരം, നമസ്കാരം ചേട്ടാ. സന്തോഷം. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വേറൊരു സെലിബ്രിറ്റിയാണ്. ഷെഫ് പിള്ള വേറൊരു സെലിബ്രിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ആ വേറെ രീതിക്ക്. വേറെ രീതിക്ക് വെച്ചാൽ ശരിക്കും അങ്ങനെ ഈ ഒരു എൻ്റെ ഒരു മേഖലയിൽ അങ്ങനെ ആരും അങ്ങനെ വരാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഞാൻ. പക്ഷേ ആ ഒരു നമ്മുടെ ഒരു കർമ്മം അങ്ങനെ ചെയ്തു പോകുന്നു മാത്രം. അല്ല, നിങ്ങളുടെ കൈപുണ്യം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, മുകൾ മുതൽ താഴെയുള്ള താരങ്ങൾ വരെ നിങ്ങളുടെ കൈപുണ്യം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയാൻ പിള്ളേർ ഉണ്ടാവോ? ഇല്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പം ഭക്ഷണമാണ്. അപ്പൊ എന്തായാലും അത് സാധാരണക്കാരായാലും അതിസമ്പന്നരായാലും എല്ലാവരും വന്ന് കഴിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഭക്ഷണമാണ് ഒരു മനുഷ്യന് വേണ്ട തൃപ്തി നൽകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും അത് മാത്രമാണല്ലോ എപ്പോഴും നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ. ബാക്കി എന്ത് സംഭവവും ഒരു കുറച്ച് ഇപ്പോൾ വലിയൊരു കാർ വാങ്ങി ഒരു മാസം 2 മാസം അല്ലെങ്കിൽ വലിയൊരു മൊബൈൽ വാങ്ങി അല്ലെങ്കിൽ എന്ത് വേണേലും വാങ്ങിയാൽ ഒരു 1-2 മാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ആ ക്രൈസ് അങ്ങ് കുറഞ്ഞ് പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും വേണം. ഭക്ഷണം ഓരോ നേരവും നമുക്ക് 100% ഫുള്ളാവും. അത് തൃപ്തിയാവും. അപ്പോൾ അത് തൃപ്തിയാക്കുക. മനസ്സും അവരുടെ ആ ഒരു ഭക്ഷണം, രുചിയുള്ളൊരു ഭക്ഷണം ഒരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് പേർക്ക് നിത്യവും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും നമുക്കും ഉണ്ട്. അതാണ്. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തി നൽകണം. അതെ, നമ്മൾ പണ്ടൊക്കെ പറയും കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഓ, ആ പപ്പടം ഒന്ന് ചെറുതായി പോയി, അതെ. പഴം ഒന്നും പഴുത്തില്ല. കുറ്റം പറയാത്ത ആരും ഉണ്ടാകാറില്ല സത്യം. എവിടെയും അല്ലേ? അതെ, അതെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതെ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ് പറഞ്ഞത്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഉപ്പ് കൂടിയോ കുറഞ്ഞോ ഒരു സംശയങ്ങളാണ്, അതെ. വെറുതെ പറയാം. പക്ഷെ അതിൽ നിന്നും മാറി ഇപ്പം ഷെഫ് പിള്ള എന്ന് പറഞ്ഞ താങ്കളുടെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ തൃപ്തിയോട് കൂടിയാണ് ആളുകൾ മടങ്ങുന്നത്. ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ്. വളരെ തൃപ്തിയോടുകൂടി മടങ്ങുന്നു. അത് കേൾക്കുമ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ ശരിക്കും മനസ്സിലായത് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഞാൻ ജോലി ചെയ്ത് 10-15 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത് 2005-ൽ. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ചിന്തയൊക്കെ മാറിയത്. ഭക്ഷണം എന്ന് പറയുന്നത്, ഉണ്ടാക്കുന്നത് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കരിയറാണ്. അല്ലെങ്കിൽ ഷെഫ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഭയങ്കര എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നാട്ടിലൊരു പാചകക്കാരൻ ഇപ്പോൾ ഒരു കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന അന്നത്തെ ദിവസം മാത്രം അയാളോടൊരു സ്നേഹം, പിന്നെ അയാളെ കണ്ടാൽ പോലും ആരും മിണ്ടുകൂടിയില്ല. അപ്പോൾ ഈ ഒരു ഭക്ഷണം കുറ്റം ആണ് ഏറ്റവും മെയിൻ. എന്തൊക്കെയാണ് കുറവുകളാണ് ആദ്യം ശ്രദ്ധിക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പല റോ മെറ്റീരിയൽ, പല ഇൻഗ്രീഡിയൻസ്, പല സാഹചര്യത്തിൽ വെള്ളം, ഇതെല്ലാം ചേർന്നൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രി ഇല്ലേ? അരിയും സാധനം, ഇപ്പം അരി തന്നെ പലയിടത്തു നിന്ന് വന്നിട്ട് ഒരു വെള്ളത്തിലിട്ട് എത്രയോ മണിക്കൂർ തിളച്ച് ഒരു മിനിറ്റ് ആ വേവിൻ്റെ പാകം എന്ന് പറയുന്ന ഒരൊറ്റ മിനിറ്റ് മാറിയാൽ ചിലപ്പം ഇത്തിരി ഒന്ന് വെന്ത് കുഴയും. ആ ഒരു കൃത്യസമയത്ത് ഊറ്റിയെടുത്ത് കൃത്യം വെള്ളം വാർന്നു പോകുന്ന രീതി വെച്ചാലാണ് ഈ ചോറ് പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ചോറിനൊരു പാകമുണ്ട്. ചൂട് കൃത്യമായിരിക്കണം, ഒരുപാട് ഓവർ കുക്ക് ആവരുത്, എന്നാൽ വേവ് കുറയാൻ പാടില്ല. ഞാൻ കറികൾ പിന്നെയും കോംപ്ലക്സ് ആണ്. ഒരു സാമ്പാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും, ഓ സാമ്പാർ ശരിയായില്ല. ഈ കല്യാണത്തിനൊക്കെ ലിറ്റർ കണക്ക് 1000 ലിറ്ററൊക്കെ സാമ്പാർ ഇത്രയും പരിപ്പ് ആദ്യം വേവിച്ച് മാറ്റി കഷ്ണങ്ങളൊക്കെ ഓരോന്നും ഉടയാതെ അതിൻ്റേതായ സമയത്ത് ഇടണം. ഇപ്പം തടിയങ്ക അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും അധികം വേവുള്ള മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് അതിനുശേഷം വെണ്ടയ്ക്ക ഇടുന്നൊരു സമയമുണ്ട്, വഴുതനങ്ങ ഇടുന്നൊരു സമയമുണ്ട്, പച്ചമുളക് ഇടേണ്ട ഒരു സമയമുണ്ട്. കാരണം ഇതെല്ലാം വിസിബിൾ ആയിരിക്കണം. ഒരു പ്രൊഫഷണൽ ഷെഫായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു നിൽക്കാൻ പാടില്ലല്ലോ, കഷ്ണങ്ങളൊക്കെ കാണേണ്ടത് കാണണം. അപ്പോൾ അതിനൊക്കെ കൃത്യമായ വേവും സമയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പാലിച്ചാണ് ഇവർ ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊരു പിഴവൊക്കെ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോലും ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കൊള്ളില്ല എന്നങ്ങ് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കും. അപ്പോൾ ആഹാരം ഉണ്ടാക്കി ഒരു കുറ്റം വരിക എന്നൊക്കെ പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. എത്ര പ്രൊഫഷണൽ ട്രെയിൻ ഷെഫായാലും ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്, അന്നത്തെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെയുള്ള ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊണ്ട്
അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവുകൾ വരുത്താതിരിക്കാനാണ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് പല ലോകത്തുള്ള നല്ല നല്ല ഷെഫ്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല നല്ല കിച്ചണിൽ കാണാൻ പറ്റി, നല്ല ഹോട്ടൽസ് കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്ത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും നോളജിലും ഇതൊക്കെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് പഠിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അല്ലാതെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ അമ്മമാർ വെച്ച് നമ്മൾ അതെ. ഭക്ഷണം കൊള്ളില്ല എന്ന് കുറ്റം പറയുന്ന മക്കൾ, നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെയാണ് കൈകൂപ്പേണ്ടത് അല്ലേ? 100%. അമ്മമാരെയും വൈഫുമാരെയും മക്കളെയും പെൺമക്കളെയും. ഒരു സ്ഥലത്തുനിന്ന് പോയി അടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺമക്കൾ അല്ലേ? അതാണ് അവിടെ ഫുഡ് വെച്ച് കൊടുക്കണം. നമ്മുടെ വൈഫ് നമ്മളൊക്കെ വരുമ്പോൾ കാത്തിരുന്ന് ഫുഡ് തരുന്നു അല്ലേ? തരുന്നത്. അവരിപ്പോൾ പറഞ്ഞു ഓരോ സാമ്പാറിൻ്റെ വെണ്ടയ്ക്ക ഇടേണ്ട സമയം, പച്ചമുളക് ഇടേണ്ട സമയം, തക്കാളി ഇടേണ്ട സമയം, ഒരു സമയമാണ് വരും. ഇവരിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ അതിന് രുചിയില്ല എന്ന് സ്വന്തം പറയും. ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന. മിക്കവാറും ഇപ്പൊ ഈ ഒരു ഒറ്റ കാര്യത്തിൽ കേരളത്തിലെ ഒരു വീട്ടമ്മ, ഒരു നോർമൽ ഒരു കുടുംബം, ഭർത്താവ്, 2 കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ, ഒരു അമ്മയുടെ ചിന്ത രാത്രി 9 മണിക്ക് അവർ ഉറങ്ങുമ്പോൾ ഇന്നത്തെ നാളത്തെ ദോശമാവ് പുളിക്കുമോ എന്ന ചിന്തയോടായിരിക്കും അവർ കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ആ ഒരു അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം നമ്മളൊരു ഷെഫ് എന്ന നിലയിൽ അറിയാൻ പറ്റും. ഇതൊന്നും ആ വീട്ടുകാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒരു രാവിലെ ദോശയാണോ അല്ലെങ്കിൽ ഇനി ഇഡ്ഡലിക്ക് മാവ് അല്ല അപ്പത്തിന് മാവ് അരച്ചിട്ട് അത് രാത്രി കൃത്യമായിട്ട് അടച്ചു വെച്ച് അതിനകത്ത് കപ്പി കാച്ചിയോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചിന്ത. രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൃത്യമായിട്ട് വരില്ല. അല്ലെ തേങ്ങ തിരിഞ്ഞ് ഒരു ചമ്മന്തി അരയ്ക്കണം, അല്ലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ, അല്ലെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ, വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ചും ഉണ്ടാക്കി പിന്നെ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉള്ളുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പിഴവെന്ന് പറയുന്നത് തീർച്ചയാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറ്റം ഒന്ന് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇത്തിരി എരിവ് കൂടിയാലോ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കി എപ്പോഴും കുറ്റമൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതൊക്കെ അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആരുണ്ടാക്കിയാലും. അപ്പോൾ നമ്മൾ തിരിച്ച് ചിലരൊക്കെ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറി അടിപൊളിയാണ്. അവർ പക്ഷേ വല്ലപ്പോഴും അതെ ഒരിക്കൽ അതെ അതെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ നല്ല മൂഡുള്ളപ്പം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട് വരും. ഭയങ്കര ടെൻസും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം നന്നാവില്ല. അപ്പോൾ നമ്മളൊരു ആണുങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് എന്താ, ഇന്ന് ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ ഞായറാഴ്ച വന്നു, ശരി എങ്കിൽ ഇന്നൊരു സംഭവം ചെയ്യാം, ഒരു 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ സെറ്റപ്പിൽ ഒരു 4-5 പേര് മക്കളും ഭാര്യയൊക്കെ എല്ലാ അസിസ്റ്റന്റ്മാരായിട്ട് കൂടെ നിന്നിട്ട് പുള്ളി ചിലപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കും. അത് വെച്ചൊരിക്കലും കമ്പയർ. നിങ്ങളൊരു ഒരു 3 മീല് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക ഒരു 7 ദിവസം, അപ്പം മനസ്സിലാവും. അതായത് ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 21 മീലുണ്ടാവും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് വെച്ചാൽ 7 ദിവസം കഴിക്കുകയാണെങ്കിൽ 21 മീല്. ഇത് 21 മീൽ ഇവരാണ് ഉണ്ടാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം, അതിലൊരു കറി ആയാലും, രാത്രി ചോറ് തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി ഇതിനിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണോ, വൈകിട്ട് ചായ, ടീ, സ്നാക്സ് എക്സ്ട്രാ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ വൺ ഓഫ് ടൈമിലൊക്കെ കുക്ക് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ കറിയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പക്ഷേ അത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഒരിക്കലും ഇല്ല. അത് എല്ലാവരും കൂടെ എപ്പോൾ എന്ത് കുക്കിങ്ങും ഒരുമിച്ചൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊരു സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഇത് അവരുടെ 100% ഡ്യൂട്ടി എന്ന നിലയിലേക്കായി വിടും.